അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പിയും അതുപോലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നടത്തിയ നിരന്തരമായ അധിക്ഷേപപരമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അത് ഏറ്റവും ഗൗരവതരമായി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ, ബി ജെ പിയുടെ നേതാക്കളായ അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, ജയകൃഷ്ണൻ, ഈ 3 പേരാണ് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിലും പരിപൂർണമായും കളവായ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടം ലംഘിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജി സുധാകരൻ പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ ജാതിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം വന്നു. സ്ഥാനാർത്ഥി എന്നെയും ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പല ഘട്ടമായി സംസാരിച്ചു. ഈ 2 കൂട്ടരുടെയും പ്രസ്താവന നോക്കിയാൽ തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് പറയുന്ന സാഹചര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കേസിൽ അതിലെ പ്രതികളായിരിക്കുന്ന ചില ആളുകൾ എൻ്റെ ബന്ധുക്കളാണ് എന്ന ഗുരുതരമായ പരാമർശം ഉൾപ്പെടെ തെറ്റായ നിലയിലേക്ക് പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ആവശ്യമായി നിയമപരമായ ഒരു പരിശോധന നടത്തുകയും അതിൻ്റെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, ബി ജെ പി നേതാവ് ജയകൃഷ്ണൻ, ഈ 3 പേർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ നിശ്ചയിച്ചു. കോടതി വഴി മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും പോലീസ് സൂപ്രണ്ടിന്, ജില്ലാ പോലീസ് മേധാവിക്ക് പോലീസ് നേരിട്ട് പരാതി നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ അവസാനം വരെ, ഏറ്റവും അവസാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയ്ക്കെതിരെയും ജാതിപരമായ നിലയിലേക്കൂടെ പരാമർശമാണ് നടത്തിയത്. സ്ഥാനാർത്ഥിയായ എന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന നിലയിലേക്ക് സംസാരിക്കുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ മറ്റ് ചില സംഘടനകളുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന അർത്ഥം വരുന്ന വിധത്തിലേക്ക് സംസാരിച്ചു. ഇത് ബി ജെ പി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനോട് ചേർന്ന് അദ്ദേഹം നടത്തിയായിട്ടാണ് തോന്നുന്നത്. 2 കൂട്ടരും കൂടി ചേർന്ന് ഒരുമിച്ചൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ ക്യാമ്പയിൻ നടത്തിയതെന്ന സംശയം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. അദ്ദേഹത്തിനെതിരായി നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി അനുവാദത്തോടു കൂടി ആ കാര്യവും തുടർന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കൾക്കെതിരായിട്ടുള്ള നിയമ നടപടിക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അത് സ്വാഭാവികമായിട്ടും അത്തരം ചില കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, വ്യക്തിപരമായൊരു ശത്രുതയൊന്നും വെച്ചുകൊണ്ടല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ പ്രച്ഛന്നവേഷമില്ലാത്ത യഥാർത്ഥ മുഖം അത് നാട്ടിലെ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ കാലവും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വ്യാജമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു വെച്ചിട്ട് ഏത് നിലയിലേക്കുള്ള കാര്യങ്ങളും ചെയ്യാം എന്ന് ഒരാൾ വിചാരിക്കുന്നത് അത്ര ഭംഗിയല്ല ജനാധിപത്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അത് തുടർച്ചയായി ഓരോരോ കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഔദ്യോഗികമായ കണക്കൊന്നും ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. വന്ന കണക്ക് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലെ ഓരോ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിന് ശേഷം വോട്ട് ചെയ്ത ഓരോ വോട്ടറുടെയും മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് പരിശോധിക്കുകയും ആ പരിശോധനയുടെ ഭാഗമായി നമുക്ക് വിജയിക്കാൻ കഴിയും അമ്പലപ്പുഴ എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്ന ഒരു കാര്യം. അതിൽ പുറക്കാട് പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലും LDF ലീഡ് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം. പുറക്കാട് പഞ്ചായത്തിലും ഒരു ചെറിയ കുറച്ച് ലീഡ് UDF ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.
അതാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കണക്ക്. അതനുസരിച്ചാണ് വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ BJPയുടെ വോട്ട് കുറച്ച് UDFിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ജി സുധാകരൻ അവരുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം അങ്ങനെ പോയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അത് എത്ര അളവിലേക്ക് പോയാലും വിജയത്തിലൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത്. അത് പല സ്ഥലത്തും ഇപ്പോൾ BJP പുന്നപ്രയിലെ 2 പേരെ നടപടിയെടുത്തു. പുന്നപ്ര നോർത്ത് പഞ്ചായത്തിലെ 2 പേരെ BJP നടപടി സ്വീകരിച്ചു. ഈ BJP വോട്ട് UDFിലേക്ക് കൊടുക്കാൻ പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ചില സ്ഥലത്തെല്ലാം ഞങ്ങൾക്കും അത് ബോധ്യമാകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂരിപക്ഷത്തിൽ വ്യത്യാസം കണ്ടേക്കാം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രയാസം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ താഴെ നിന്നുള്ള കാൽക്കുലേഷൻ അങ്ങനെ തന്നെയാണ് ഇതുവരെയും വിലയിരുത്തിയിട്ടുള്ളത്. സർവേ ഫലങ്ങളെല്ലാം ഒരുപോലെ ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിൽ വളരെ മിനിമം ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണക്ക് മാത്രമാണ്. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള അനുഭവമാണ് ഞങ്ങൾ എപ്പോഴും ഗൗരവമായി കണക്കാക്കുന്ന കാര്യം. അത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നാട്ടിൽ പോയപ്പോഴും LDFിൻ്റെ സ്ക്വാഡ് പ്രവർത്തിക്കുന്ന സമയത്തുമെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം വളരെ അനുകൂലമായിട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഒരു ഗവൺമെൻറ് വിരുദ്ധമായ ഒരു ഒഴുക്കോ മനോഭാവമോ കാര്യമായിട്ട് എവിടെയും ഇല്ല എന്നുള്ളതാണ് കണ്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നാട്ടിലെ വികസന കാര്യങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും അനുകൂലമായൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്ക്വാഡ് വർക്കിൻ്റെ അനുഭവം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വോട്ടായി മാറും എന്ന വിശ്വാസമാണ് നിശ്ചയമായി നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കാൽക്കുലേഷൻ വിജയിക്കുമെന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ പറയുന്നതിൻ്റെ കാൽക്കുലേഷൻ അതാണ്.